ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തതിലെ വീഴ്ച കാരണം 2 പേർ മരിച്ചതായി പരാതി. ഒരാൾ അണുബാധയോടെ ചികിത്സയിലാണ്. ഹരിപ്പാട് വെട്ടുവേനി ചക്കനാട്ട് രാമചന്ദ്രൻ, കായംകുളം പുളിമുക്ക് പുതുക്കാട് തറയിൽ മജീദ് എന്നിവരാണ് മരിച്ചത്. കാർത്തികപ്പള്ളി വെട്ടുവേനി ദേവകൃപയിൽ രാജേഷ് കുമാർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വെള്ളത്തിൽ അണുബാധയുണ്ടായതാണ് അത്യാഹിതത്തിന് വഴിവെച്ചതെന്നാണ് ആക്ഷേപം. എന്നാൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നുമാണ് DMOയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ വിദഗ്ധ സംഘത്തിന് വിലയിരുത്തൽ. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ ഹരിപ്പാട് ഡയാലിസിസ് യൂണിറ്റ് 15 ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചു. ഇവിടെ ഡയാലിസിസ് നടത്തിവന്ന 58 പേരെ മറ്റു സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റി. ഹരിപ്പാട്ടെ ജീവനക്കാരെയും അവിടങ്ങളിലേക്ക് താൽക്കാലികമായി മാറ്റി നിയമിച്ചു. രാമചന്ദ്രന്റെ ബന്ധുക്കൾക്കൊപ്പം നഗരസഭ അധ്യക്ഷ വൃന്ദ S. കുമാർ ബുധനാഴ്ച രാവിലെ ആശുപത്രിയിലെത്തി സൂപ്രണ്ടുമായി സംസാരിച്ചു. തുടർന്നാണ് DMOയെ വിവരം അറിയിച്ചത്. DMO, ഡെപ്യൂട്ടി DMO എന്നിവരുൾപ്പെടുന്ന 11 അംഗ വിദഗ്ധ സംഘം 4.5 മണിക്കൂറോളം ഡയാലിസിസ് യൂണിറ്റിൽ പരിശോധന നടത്തി. വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചു. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇവിടെ 48 പേർക്ക് ഡയാലിസിസ് നടത്തിയിരുന്നു. ഇവരെയെല്ലാം ഫോണിൽ വിളിച്ച് ആരോഗ്യവിവരം തിരക്കി. ആർക്കും ശാരീരിക ബുദ്ധിമുട്ടുകളില്ലെന്ന് സ്ഥിരീകരിച്ചു. രാമചന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെങ്കിലും ബന്ധുക്കൾ തയ്യാറായില്ല. ഡയാലിസിസ് ചെയ്ത രോഗികൾ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കും ആരോഗ്യവകുപ്പിനുമെതിരെ ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. മരിച്ച രാമചന്ദ്രന് ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിറയൽ ഉണ്ടായെന്നും രക്തം ഛർദ്ദിക്കുകയായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു.